എഡ്വിൻ വൈബ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ ഞാൻ പച്ചക്കറി തോട്ടത്തിൽ ഒരു തപ്പലൊക്കെ തപ്പിയിട്ടോ. നമ്മുടെ നിത്യവഴുതനയാണെങ്കിലും അങ്ങ് കയറി വന്നില്ല, കണ്ടോ? ഒരുമാതിരി നിൽക്കുമോ, മഴയായിട്ടായിരിക്കുമേ. ഞാൻ ചെറിയൊരു പന്തലൊക്കെ ഇട്ട് കൊടുത്തു, എന്നാലും അതങ്ങ് ഓക്കെ ആവണില്ല. കറിക്കുള്ളത് കിട്ടിത്തുടങ്ങിയൊന്നുമില്ല കേട്ടോ. അപ്പം ഞാൻ ഇന്നത്തെ ഒരു തോരൻ കറിക്കുള്ള ഞാൻ കണ്ടെത്തിയത് നമ്മുടെ കപ്പളങ്ങയാണെങ്കിൽ ഇത് കുറേ കിടക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ഒരു കപ്പളങ്ങ തോരൻ വയ്ക്കാമെന്ന് കരുതിയതേ. കൂടിപ്പോയിട്ട് വന്നാലും ഇതിൽ കൂടെ അടിയുന്നേ ചെറിയ ഇത് പൊട്ടിയേക്കണോണ്ട് നമുക്ക് കുത്താൻ എളുപ്പമുണ്ട്. ഓക്കെ, എന്തേ കപ്പളങ്ങ കിട്ടിയതേ. നമ്മുടെ കാപ്പിക്കുരു നോക്കിക്കേ, ഈ പ്രാവശ്യം മഴയുടെ കൂടുതൽ കൊണ്ടാന്ന് തോന്നുന്നു കാപ്പിക്കുരു അങ്ങ് കുറവാട്ടോ. കണ്ടോ? അല്ലെങ്കിൽ ഇത് ഇങ്ങനെ തിങ്ങി നിൽക്കണേ, എല്ലാ മുട്ടയിൽ കൂടെ ഉണ്ടാവണേ. കണ്ടോ? ഇത് നോക്കിക്കേ, മഴയുടെ കൂടുതൽ കൊണ്ടാട്ടോ. ഓക്കെ, അങ്ങനെ തന്നെ. കണ്ടോ? അപ്പോൾ അടുത്ത് ഇന്നലെ ചേട്ടായി കുറച്ച് കൊക്കോയൊക്കെ വെട്ടി ഇട്ടിട്ടുണ്ടായിരുന്നു, അതൊന്ന് പൊട്ടിച്ചെടുക്കണം. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇതിനു മുമ്പ് കൊക്കോ പൊട്ടിക്കണ വീഡിയോ ഞാൻ ചെയ്ത് 3-4 ആഴ്ചയായിട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് കൊക്കോയൊന്നും കിട്ടിയില്ല, മഴയല്ലായിരുന്നു, നല്ല മഴയായിരുന്നു. അത് കഴിഞ്ഞത് ഇപ്പോഴാണെങ്കിലും ഒത്തിരി കൊക്കോക്കൊന്നും ഇല്ല, കുറച്ചുള്ളൂ. അപ്പോൾ ബാക്കി എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇന്ന് കുറച്ച് കൊക്കോക്ക പൊട്ടിക്കാൻ ഇറങ്ങിയേക്കണേ കേട്ടോ. അപ്പോൾ നമ്മുടെ കൊക്കോയുടെ ജന്മദേശം നമ്മുടെ തെക്കേ അമേരിക്കയിലെ ആമസോൺ നദീതീരങ്ങളിലാണ് നമ്മുടെ കൊക്കോയുടെ ജന്മദേശം എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ പലരും ഒത്തിരി സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ ചൊല്ലിയാണ് അതൊക്കെ ഒന്ന് എനിക്കറിയാവുന്ന രീതിയിലൊന്ന് കുറയ്ക്കാമെന്ന് കരുതിയാണ് ഞാൻ ഇന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്തത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഉണ്ടാക്കണതിലെ മെയിൻ അസംസ്കൃത വസ്തുവാണ് ഈ കൊക്കോയുടെ കുരുക്കൾ. അവ ഉണക്കിയാണ് ചോക്ലേറ്റും അതുപോലെയുള്ള ചോക്ലേറ്റ് സംബന്ധമായ മറ്റ് ഐറ്റംസും ഉണ്ടാക്കാനാണ് നമ്മുടെ കൊക്കോക്ക മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് ഒരു 4 ആഴ്ച മുമ്പാട്ടോ ഞാൻ ഈ കൊക്കോക്ക പൊട്ടിച്ചൊരു വീഡിയോ ഇട്ടത്. കാരണം നമുക്ക് അത്ര ഈ മഴക്കാലം ആയതുകൊണ്ട് കൊക്കോക്ക വളരെ കുറവാണ്, അതുകൊണ്ട്. അപ്പോൾ അന്ന് തൊട്ട് ഞാൻ ഓർക്കണയാണ് ഒരു വീഡിയോ ചെയ്യണമെന്ന്. അപ്പോൾ പണ്ട് കാലത്തൊരു വനവൃക്ഷമായിട്ടാണ് ഇതിനെ കണക്കാക്കിയത്. പക്ഷേ ഇന്ന് നമ്മുടെ മിക്ക സ്ഥലങ്ങളിലും കൃഷി ചെയ്യുന്ന ഒരു നാണ്യവിളയായിട്ടാണ് നമ്മുടെ കൊക്കോ ഇപ്പം മാറിയിരിക്കുന്നത്. പണ്ടൊക്കെ വീട്ടിലൊക്കെ ആർന്നപ്പോൾ ഒത്തിരി ഒന്നുമില്ല, എന്നാലും 5-6 കൊക്കോക്കൊക്കെ കാണും. മിക്ക വീട്ടിലും ഉണ്ട് കേട്ടോ. എല്ലാ പിള്ളേർക്ക് ഇത് തിന്നാൻ ഭയങ്കര ഇഷ്ടമല്ലേ ഇതിന്. ഇപ്പോൾ ഈ പിള്ളേർക്കിത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്താ കൊക്കോക്കയുടെ ഇതിനെക്കുറിച്ച് ഒട്ടും അറിയത്തില്ലാത്തവരൊക്കെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കണ്ടോ? ഇങ്ങനെയാണ് കൊക്കോയുടെ ഉള്ളിലിരിക്കുന്നത്. കണ്ടോ? നല്ല മധുരമാണ് കേട്ടോ. ഞാൻ ഓർത്തു മധുരമില്ലാന്ന്. അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് ഒരു കൊക്കോത്തൈ വരെ ഇല്ലാത്ത വീടുകളില്ല, എല്ലായിടത്തും തന്നെയുണ്ട്. നമ്മുടെ ഇവിടെയാണെങ്കിലും ഇടുക്കിയൊക്കെ, ഇവിടെ എൻ്റെ നാട് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്, ഇടുക്കി കേട്ടോ. അപ്പോൾ ഇവിടെ മെയിൻ കൃഷി എന്ന് പറഞ്ഞാൽ കൊക്കോ, കുരുമുളക്, കാപ്പി, ഇതൊക്കെയാണ് മെയിൻ കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ കൊക്കോ കൃഷി ചെയ്യുന്ന നമ്മുടെ രാജ്യങ്ങളെന്ന് പറഞ്ഞാൽ കാമറൂൺ, നൈജീരിയ, ഘാന ഇങ്ങനെയുള്ള രാജ്യങ്ങളാണ് വൻതോതിൽ കൊക്കോ ഉൽപ്പാദിപ്പിക്കുന്നത്. പക്ഷേ നമ്മുടെ ഇന്ത്യ മോശമൊന്നുമല്ല, തൊട്ട് താഴെ തന്നെ നമ്മുടെ ഇന്ത്യ ഉണ്ട് കേട്ടോ. തൊണ്ടൊക്കെ കന്നാലിക്ക് കൊടുക്കണതിന് നല്ലതാണ്. കന്നാലിക്കും ആടിനൊക്കെ പൊട്ടിച്ചൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ. അങ്ങനെയാണ് നമ്മൾ നല്ലതൊക്കെ ഉള്ളത് അടുത്തുള്ളവരൊക്കെ കൊണ്ടുപോകാറുണ്ട്. കണ്ടോ? ഇങ്ങനെ ഇരിക്കും ഇതിൻ്റെ ഇത്. കണ്ടോ? ഒരു വഴുവഴുപ്പോട് കൂടിയ പഴം കേട്ടോ ഇത്. ഇതിൻ്റെ കാ തിന്നില്ല, കാ കളയും. അതുകൊണ്ട് കുഞ്ഞു മക്കൾക്കൊക്കെ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. അവർക്ക് മാക്സിമം കൊടുക്കാണ്ടിരിക്കുന്നതാണ് നല്ലത് കേട്ടോ. പിന്നെ ഇത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ, ഇത് നമുക്ക് ഉണക്കി കൊടുക്കാം, അല്ലാണ്ട് ഇങ്ങനെ പച്ചക്കാണെങ്കിലും കൊടുക്കാം. ഉണക്കി കൊടുക്കണം. ഇങ്ങനെ പച്ചക്ക് ഇപ്പം ഇതിങ്ങനെ നമ്മളിങ്ങനെ എല്ലാം ഇങ്ങനെ അങ്ങ് പൊട്ടിച്ച് ബക്കറ്റിലേക്ക്, പാത്രത്തിലേക്ക് ഇടും. എന്നിട്ട് ഇത് ഓരോന്നായിട്ട് കണ്ടോ, ഇങ്ങനെ ഓരോ ഇതായിട്ട് അടത്തിയെടുക്കും. ഇതിൻ്റെ ഉള്ളിൽ പൂഞ്ഞിയായിട്ടുണ്ട് കണ്ടോ. ഇത് ഒത്തിരി പേർക്ക് ഇത് അറിയത്തില്ലാത്തതുണ്ട്. എല്ലായിടത്തും ഇതുണ്ടാവണമെന്നോ ഉള്ളവർ ഇതങ്ങ് ക്ഷമിച്ചേക്കുക. ഞാൻ ഒത്തിരി സംശയങ്ങൾ ഇതിനെ തുടർന്ന് വന്നിട്ടുണ്ട്. പിന്നെ ഒരു ഇത് ഉള്ളത്, ഇതിൻ്റെ പേര് നമ്മളിവിടെ കൊക്കോക്ക എന്നാണ് പറയുന്നത്. പലയിടത്തും പല പേരായിരിക്കുമല്ലോ, അത് ഓരോ ഇതിൻ്റെ അനുസരിച്ച് വ്യത്യാസം കാണും. ഇവിടെ എനിക്ക് ഈ പേര് മാത്രമായിട്ട് അറിയുള്ളൂ.
വേറെ അങ്ങനെ അറിയത്തില്ല. പിന്നെ ഇത് നമ്മൾ പച്ചയ്ക്ക് ഇങ്ങനെ കൊടുക്കണേ, ഇതിങ്ങനെ തന്നെ പൊട്ടിച്ച് അതിൻ്റെ കൂഞ്ഞൊക്കെ മാറ്റി കൊണ്ടു കൊടുക്കും. പിന്നെ ഉണക്കി കൊടുക്കണമെന്ന് വെച്ചാൽ നമ്മൾ വെയിലത്തൊക്കെ വേനൽക്കാലത്തൊക്കെ ഉണക്കിയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ പൊട്ടിച്ച് വെച്ചിട്ട് 2 ദിവസം നൂൽച്ചാക്കിൽ ഇങ്ങനെ കെട്ടി വെക്കുവാണെങ്കിൽ അതങ്ങ് നന്നായിട്ട് വെള്ളമൊക്കെ വാണുപോയി ഒന്നങ്ങ് പൊളിച്ച് വന്ന് ആ മേളിലുള്ള വഴുവഴുപ്പ് അങ്ങ് പോകും. അപ്പോൾ നമുക്ക് ഉണങ്ങിയെടുക്കാൻ നല്ല എളുപ്പമാണ്. അപ്പോൾ 2 ദിവസം അങ്ങനെ വെച്ചിട്ട് പിന്നെ വെയിലത്തിട്ട് ഉണങ്ങിയെടുത്താണ് ഇത് കൊടുക്കാറുള്ളത്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സംസ്കരണം എന്ന് പറഞ്ഞാൽ. എന്നിട്ട് നന്നായിട്ട് ഉണക്കി കടയിൽ കൊണ്ടേ കൊടുക്കും. ഉണക്കിനാണ് വില കൂടുതലുള്ളത്. ഇപ്പോൾ ഈ മഴക്കാലത്ത് ഇപ്പോൾ ഉണക്കിയൊക്കെ എടുക്കണ്ടോന്ന് അറിയത്തില്ല കേട്ടോ. ഇപ്പം നമ്മൾ എന്തായാലും ഇങ്ങനെ പച്ചയ്ക്ക് തന്നെയാണ് കൊടുക്കുന്നത്. നമ്മുടെ മഴക്കാലത്ത് നമ്മുടെ കൊക്കോ കർഷകർ നേരിടണ ഒരു വിഷയം എന്ന് പറഞ്ഞതാണ് ഉണ്ടോ, ഇങ്ങനത്തെ കൊക്കോക്കെ ആയി വരും. ഉണ്ടോ, ഇത് കറക്റ്റ് സമയത്ത് മരുന്നടിച്ചാലാണ് ഇങ്ങനെ ആവാണ്ടിരിക്കുകയുള്ളൂ കേട്ടോ. മഴ കൂടുന്നതിൻ്റെയാണ് ഇതൊരു വലിയ പ്രോബ്ലം. കൊക്കൊക്കെ പൊട്ടിക്കണം. ഇത് 2 സൈഡും അങ്ങ് വെട്ടിയിട്ട് ഇങ്ങനെ അങ്ങ് പൊട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഉള്ളവർക്ക് ഇതെന്താണെന്ന് ഓർക്കൂല്ലേ. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മളെന്നും കാണുന്നതായതുകൊണ്ട് അതിന് വലിയ മിച്ചം ഇല്ല. എനിക്കും തോന്നി അയ്യോ ഇതെന്നെ ഇങ്ങനെയൊക്കെ ചോദിച്ചേക്കണേ. ഞാനെന്നും വീഡിയോ ഒക്കെ ഇടുമ്പോൾ എനിക്കങ്ങ് കൊക്കൊക്കെ പൊട്ടിക്കണമെന്ന് ഇടാനൊക്കെ ഒരു കാരണം നമുക്കിതെന്നും കണ്ട് കിടക്കണോണ്ട് നമുക്കങ്ങ് വലിയ മിച്ചമുള്ള കാര്യമല്ല ഇത്. പക്ഷേ ഇത് കാണാത്തവർക്ക് ഇത് ഭയങ്കര സംഭവം കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തന്നതും ഒന്ന് പറയാമെന്ന് വെച്ചത് കേട്ടോ. അറിയത്തില്ലാത്തവരെ അറിഞ്ഞോട്ടെ എന്ന് ഓർത്ത്. അപ്പോൾ ഇതുള്ളോടത്ത് പല നാട്ടിലും പല പേരുകളായിരിക്കുമല്ലോ. അപ്പോൾ വേറെ കൊക്കോക്കായുടെ മറ്റു പേരുകൾ വേറെ സ്ഥലത്ത് വേറെ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. കല്ലിലിടിച്ച് പൊട്ടിക്കുമല്ലേ സേഫ് എന്ന് ചോദിച്ചു. പക്ഷെ എനിക്കൊരു സ്യൂട്ടായിട്ട് തോന്നണം, എനിക്ക് സ്പീഡ് കൂടുതൽ കിട്ടണേ ഈ ഇതിൻ്റെ 2 വശം അങ്ങ് വെട്ടിക്കളഞ്ഞിട്ട് കണ്ടോ, ഇങ്ങനെ 2 സൈഡും അങ്ങ് വെട്ടിക്കളഞ്ഞിട്ട് നടുവ് അങ്ങ് പുറത്തെടുത്താൽ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ഇച്ചിരി സമയം സേവ് ചെയ്യാമെന്ന് എനിക്ക് തോന്നി. പലരും പല രീതിയായിരിക്കുമല്ലോ ചെയ്യണം. ചെറുതൊക്കെ 2 സൈഡും വെട്ടുമൊന്നുമില്ല കേട്ടോ, ചുമ്മാ ഒറ്റ വെട്ടിന് പണി തീർക്കുകയുള്ളൂ. ഇപ്പം അത്രയൊക്കെയാണ് എൻ്റെ കൊക്കോ വിശേഷങ്ങൾ. ഇപ്പോൾ തീരെ കുറച്ചുള്ളൂ കേട്ടോ. ഇതൊക്കെ 1000-ന് മേളിൽ ഉണക്കയ്ക്ക് വന്നതല്ലേ ഈ പ്രാവശ്യം. അങ്ങനെയൊന്നും വിലയില്ലായിരുന്നു, എന്നാലും വലിയ മോശമൊന്നും ഇല്ലായിരുന്നു. ഇപ്പം മഴക്കാലം ഇപ്പം വില അങ്ങ് കുറഞ്ഞ് കാണും. നമുക്ക് കൊടുക്കാനില്ലാത്തതുകൊണ്ട് അറിയത്തില്ല, ഇനി ഇത് കൊണ്ടുപോകുമ്പോൾ ആ വിലയൊക്കെ കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ. കുറച്ചും കൂടെ പൊട്ടിച്ചെടുക്കാനുണ്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഒന്ന് പൊട്ടിച്ചെടുക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻസിലിടണം. അതുപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ ഏതെങ്കിലും വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവോ ഉപകാരപ്രദമാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി പുതിയൊരു അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.